ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ ഒക്കെ പലപ്പോഴും ഇടാൻ താമസം വരുന്ന മറ്റൊരു വീഡിയോ ഡെയിലി ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ചെയ്യാൻ പറ്റാ അതുപോലെ തിരക്കായതുകൊണ്ടാണ്. ആൾക്കാർ വന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ഒത്തിരി സമയമാകുന്നു. ഇതിപ്പോൾ നമ്മൾ എപ്പോഴും കാണിച്ചില്ല, നിങ്ങൾക്കത് മനസ്സിലായില്ല. പൈനിയറിൻ്റെ 2 സീരീസാണിത്. പൈനിയറിൻ്റെ 3 വേ അല്ല 4 വേ ആണ്. അതായത് 4 വേ ഉള്ള പൈനിയറിൻ്റെ ഒരു സീരീസ് 450 വാട്ട്സും ഇത് 650 വാട്ട്സും, രണ്ടും 4 വേ തന്നെയാണ്. നല്ല അടിപൊളി സ്പീക്കറാണ്. പിന്നെ വില പറയാത്ത എന്നാന്ന് ചോദിക്കും. വില എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡോളറിൻ്റെ വില മാറുന്നതനുസരിച്ച് ഇതിൻ്റെ എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വില പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ആൾ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങളുടെ കടയിലിരുന്ന് വില കൂടുകയാണോ എന്ന് ഒരാൾ ചോദിച്ചെന്ന് പറയും. കടയിലിരുന്നല്ല വില കൂടുന്നത്. വില കൂടുന്നത് ഡോളറിന് വില കൂടുമ്പോൾ ഇമ്പോർട്ടറാണ് വില കൂടുന്നത്. ഇതാണ്ട് അടുത്ത പൈനിയറിൻ്റെ സബ് വൂഫറാണ്. നമുക്ക് 1600 വാട്ട്സ് ഡ്യുവൽ കോയിൽ സബ് വൂഫറാണ് ഒറിജിനൽ. ഇത് ഡ്യുവൽ കോയിൽ 1500, ഇതും ഡ്യുവൽ കോയിലാണ്. ഡ്യുവൽ കോയിലിൻ്റെ സബ് വൂഫർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറേ നമുക്ക് ഇരിപ്പുണ്ട്. പിന്നെ JBL സബ് വൂഫർ, ഇത് ഒറിജിനൽ JBL ആണ്. ഇതിന് 8499 എന്നുള്ളത് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്ന 9490 രൂപ. 1000 രൂപയോളം വില കൂടിയിട്ടുണ്ട് JBLന്. പിന്നെ നമ്മുടെ സോണി ഉണ്ട് ഇവിടെ. സോണി ഇവിടെ നിൽക്കുന്നു. സോണി ഇപ്പോൾ കുറച്ച് പീസ് കൂടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അതിപ്പം ഇച്ചിരി റയറാണ്, അതുകൊണ്ട് കാണിച്ചെന്നുള്ളൂ. പിന്നെ നമുക്ക് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമുണ്ട്. അത് ബ്ലോ പന്തിൻ്റെ 250 വാട്ട്സ് പ്യുവർ കൊയാക്സിൽ സ്പീക്കറാണ്. കൊയാക്സിൽ സ്പീക്കർ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു കൊയാക്സിൽ സ്പീക്കറാണിത്. ഇത് വിലയും കുറവാണ്. 2450 രൂപ വിലയുള്ളൂ. 2 പീസിന് 250 വാട്ട്സ് ഉണ്ട്. നല്ല വർക്കിംഗ് ആണ്. കാറെ വെക്കാനും ഓട്ടോറിക്ഷയിലൊക്കെ വെക്കാൻ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഡി ആംപ്ലിഫയർ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, ഞാൻ പല കടകളിൽ നിന്നും ഇപ്പോൾ ഒരാളിപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരാൾ എന്നെ വിളിച്ചു, എറണാകുളത്തു നിന്ന് വിളിച്ചു, പല സ്ഥലത്തു നിന്നും വിളിച്ചു കഴിയുമ്പോൾ അവർ മേടിച്ചിട്ട് വിളിക്കുന്നവരെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല. മേടിച്ച് കഴിഞ്ഞ് അബദ്ധപ്പെട്ട് വില കുറച്ച് തല്ലിപ്പൊളി സാധനം മേടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഒറിജിനൽ സാധനത്തിന് നല്ല വില കൊടുക്കണം, ചുമ്മാ ഒന്നും കിട്ടത്തില്ല. അപ്പം ഒറിജിനൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ വിളിച്ച് ഞാൻ ഒറിജിനൽ അയച്ചു തരാം. വിലയാണ് പ്രശ്നമെന്നുള്ളവർ എന്നെ വിളിക്കേണ്ട. അവരെവിടെയെങ്കിലും വില കുറച്ച് കിട്ടുന്നിടത്ത് വാങ്ങുക. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ വില കുറഞ്ഞ് ഞാൻ എടുത്ത് എനിക്ക് ഒത്തിരി പൈസ നഷ്ടം വന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. ഞാൻ നല്ല പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ AS21 ഷോർട്ടേജ് ആയിരുന്നു. ഒറിജിനൽ പീസ് വന്നിട്ടുണ്ട്. വേണ്ടവർക്ക് നമുക്ക് അയച്ചു തരാം. നല്ല അടിപൊളി ഒരു ആമ്പാണിത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ സ്പീക്കറുകളെല്ലാം നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. വേണ്ടവർ കയറി പോരെ. നമ്മുടെ കട കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളി സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ കടയുടെ പേര്. നിങ്ങൾക്ക് ലൊക്കേഷൻ മറ്റ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്ന് അടിച്ചാൽ മതി. പിന്നെ നമുക്കൊരു ഫോൺ നമ്പർ, പുതിയൊരു ഫോൺ നമ്പറും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 9447208809 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ. ഇപ്പോൾ ഭയങ്കര ബിസിയാണ്. ഇപ്പോഴിങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരു പുതിയ ഫോൺ നമ്പറോട് ഇന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് വിളിക്കാനും ഒക്കെ പറ്റും. പിന്നെ വാട്സാപ്പിൽ ആ പഴയ നമ്പറിൽ കഴിവതും ഇടാതിരിക്കുക. വാട്സാപ്പ് കഴിവതും സ്റ്റക്കാവുന്നുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ വാട്സാപ്പിൽ ഇടുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റക്കാവുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സർവീസിലിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സർവീസ് സെറ്റ് വരുന്ന സെറ്റുകൾ രാവിലെ തന്നെ വരികയാണ്. അപ്പം തന്നെ നോക്കി, അപ്പം തന്നെ സർവീസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ചെയ്തു തരുന്നതാണ്. പിന്നെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, മനുഷ്യനാണല്ലോ, നമുക്കറിയാം. അപ്പോൾ വരുന്നവർ കഴിവതും വിളിച്ചിട്ട് വരിക. വിളിച്ചിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റാണ് നമ്മുടെ കടയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി KR ബേക്കറിക്ക് അടുത്താണ്, തറവാട് ഹോട്ടലിനടുത്താണ്. ഒരു സെക്കൻഡ് ഒന്ന് പോസ്റ്റ് ചെയ്ത മോനെ. കട വരാന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ബോർഡാണ് നിങ്ങൾ കാണുന്നത്. ആ ഫ്രണ്ടിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ KK റോഡാണ്, കോട്ടയം കുമിളി റോഡ്. കോട്ടയം കുമിളി റോഡിൻ്റെ നമുക്ക് ആ കാണുന്നത് ഇപ്പം മിനി സിവിൽ സ്റ്റേഷനാണ്. സർക്കാരിൻ്റെ ഒരു മിനി സിവിൽ സ്റ്റേഷനുണ്ട്. ആ ദൂരെ കാണുന്ന KR ബേക്കറിയാണ്. ഈ കാണുന്ന തറവാട് റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു 4 നില ബിൽഡിങ്ങാണ് നമ്മുടെ കട. അതിൻ്റെ താഴത്തെ നിലയിലും മേളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു. ഇതാണ് സോണി ഇലക്ട്രോണിക്സ്, ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ അത് നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാണുന്നതാണ് ലൊക്കേഷൻ. ഇത് KK റോഡാണ്, കോട്ടയം കുമിളി റോഡ്. കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയ വളവാണിത്. കണ്ടോ, വണ്ടി നമ്മൾ ഇരിക്കാൻ വരുന്നുണ്ടോ? വലിയ വളവാണ്. എല്ലാവരും വന്ന് വണ്ടിയൊക്കെ തിരിക്കുന്ന ഇവിടെയാണ്. കാരണം ഇത്രയും വീതിയുള്ള ഒരു സ്ഥലം നമുക്കില്ല. നമുക്കിവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. വരുന്ന ആൾക്കാർക്കൊക്കെ പാർക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും കാരണവശാൽ പാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് തറവാട് റെസ്റ്റോറൻറ്റ് താഴെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വേണേലും പാർക്ക് ചെയ്യാം. ഇപ്പോൾ ലൊക്കേഷൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ പോരെ മോനെ. ഇപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് JBLൻ്റെ ഒരു സെറ്റാണ്. JBLൻ്റെ ഒരു ഇതെന്നാ കംപ്ലൈൻറ്റ്, ഡെഡാന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഇതാണ്ട് അടുത്തത് ഓണാകാത്ത ഒരു ടവർ. ഇതുപോലെ ഈ 2 സാധനമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. മിസ്റ്റർ ലൈറ്റ്, ഈ 2 സാധനവും ഇപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാൻ പോവാണ്.
എന്താണ് ഇതിന് പറ്റിയെന്നൊക്കെ അയച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ പോരെ. അപ്പോൾ നമുക്ക് JBLൻ്റെ സബ് ഊഫർ ഒറിജിനലുണ്ട്, പയനിയറിൻ്റെ സബ് ഊഫർ ഒറിജിനലുണ്ട്, സോണിയുടെ സബ് ഊഫർ ഒറിജിനലുണ്ട്, ബ്ലൂപന്തിൻ്റെ സ്പീക്കറുണ്ട്, പയനിയറിൻ്റെ സ്പീക്കറുണ്ട്. ഇനി സോണിയുടെ സ്പീക്കറുണ്ട് കേട്ടോ. സോണിയുടെ സ്പീക്കർ നേരത്തെ വന്നതുകൊണ്ട് പിന്നെ കുറഞ്ഞ സ്പീക്കറുകളും പല കമ്പനിയുടെയും നമുക്കുണ്ട്. അപ്പോൾ നമുക്കിനി സർവീസിലേക്ക് പോകാം. ഇത്രയും കാര്യം നമ്മൾ സെയിലിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് കുറേ ഐറ്റംസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം മിക്സിയോ ഫാനോ തേപ്പൂട്ടിയോ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. നല്ല വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ വാട്ടർ ഹീറ്റർ ഇരിപ്പുണ്ട്, വണ്ടി വാഷ് ചെയ്യുന്ന വാഷർ ഇരിപ്പുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഫാൻ ഇരിപ്പുണ്ട്, മിക്സി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ 94472088 വിളിക്കുക. പുതിയ നമ്പർ ഇന്ന് വൈകുന്നേരം ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ആ നമ്പർ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫ്രീഡത്തിൽ വിളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സർവീസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്, അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടില്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് കിട്ടിയില്ല. നമ്മുടെ സുഹൃത്തുക്കൾ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഫേസ്ബുക്കിൽ കണ്ടു, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. നമ്മൾ യൂട്യൂബാണ് നമ്മുടെ മെയിൻ ചാനൽ. ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നുള്ളതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അറിയാവുന്നവർക്കറിയാം. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കാണുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴേ നോട്ടിഫിക്കേഷൻ വരും. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുകയും ചെയ്യാം. പലരും പറയും വീഡിയോ കാണുന്നില്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. പക്ഷേ ഞാൻ വീഡിയോ ഒരിക്കലും ഇടിയിൽ നിർത്തിയിട്ടില്ല. ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കാണാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാത്തവർ ഇപ്പം തന്നെ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളോട് ചോദിക്കുക, ചേട്ടൻ്റെ ഈ ചാനൽ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്. കുട്ടികൾ അത് കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വരും. ഇനി അഥവാ കുട്ടികളില്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ കട ചെന്ന് അവർ സബ്സ്ക്രൈബ് ചെയ്ത് തരും. അല്ലെങ്കിൽ അയലോക്കത്തെ പിള്ളേരോട് പറഞ്ഞാൽ മതി, അവർ സബ്സ്ക്രൈബ് ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു. ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കിട്ടിയോണ്ട് ഒരാൾ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. വയോയുടെ ഒറിജിനൽ ബാറ്ററി സോണിയുടെ കിട്ടി. കവർ നോക്കി എന്നാ കുഞ്ഞാണ്. അവിടെ ചെറിയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി അല്ലേ. ഹലോ, പറഞ്ഞോ സാറേ. ഇപ്പം തരാവേ. പഞ്ച് ബോക്സൊക്കെ ഇരിപ്പുണ്ട്. ഇത് സോണിയുടെ ഓഡിയോ വീഡിയോ ഒരു സിസ്റ്റമാണ്. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ സ്ക്രീനൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പറ്റിയതെന്ന് നമുക്കൊന്ന് അഴിച്ച് നമ്മുടെ കസ്റ്റമർ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് മേടിച്ച സിസ്റ്റമായിരുന്നു. പുള്ളിക്ക് അത് എങ്ങനെയും ഒന്ന് നന്നാക്കി കിട്ടണമെന്നാണ് ആഗ്രഹം. സോംജാന വന്ന് കണ്ടതേ പേടിച്ച് സിസ്റ്റം ഓണായി എടുത്തിട്ടില്ല. നിറച്ചും പൊടിയും തുരുമ്പൊക്കെയാണ്. എന്നാലും ഫാൻ വർക്ക് ചെയ്യുന്നില്ല. മ്യൂസിക് കേൾക്കുന്ന ഇതിനകത്തുനിന്നാണ്. തോന്നാൻ ഇടയ്ക്ക് വേറെ മ്യൂസിക് കിട്ടും. ഒരു സ്പീക്കർ നമ്മൾ കൊടുത്ത് വെച്ചേക്കുവാണ്. ഒരു സ്പീക്കറും കൂടെ കൊടുക്കാൻ നോക്കുവാണ്.
മുത്തകയെല്ലാം ഇതല്ലേ മുത്തകി മുത്തകി പോറി കോലായിട്ട് ഞാനൊന്ന് പോളിടെക്നിക് കോളേജിൽ അവരെടുത്ത് അന്ന് ശരിയാ ഒന്നും സ്റ്റക്കല്ല ഫാൻ സ്റ്റക്കല്ല ചില കഴിയുമ്പോൾ വർക്കാവുന്നു അത് ബ്ലൂ കത്തുന്നുണ്ടോ നോക്കിയോ മോനെ അത് ഹലോ ആ പറയൂ ആ ആ തരാമല്ലോ ആണല്ലേ അതിലേക്ക് മാറ്റി തന്നു സാനിയോ ഓക്കെ ഓക്കെ നമുക്ക് തന്നെ അത് പൂർണ്ണ രൂപമില്ല പുള്ളി കാണുന്നു ഞാൻ നിന്നെ ഇന്നലെ ഒരു സ്റ്റെബിലൈസറിന്റെ വശത്ത് തരാൻ പറഞ്ഞില്ലേ അത് മാത്രം ആ വണ്ടി കയറ്റി ആ കൊടുത്തരാം ആ പഴയ ടി വി കാണിച്ചവരോട് ചോദിച്ചു നോക്കിയാൽ ചിലപ്പം കിട്ടുമായിരിക്കും ആ വായിക്കും ആ ആ ആയോന്നറിയാനാണോ ഞാനൊരു ചാർജർ അവിടെ കുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വരാം അവിടെ
ഞാൻ അങ്ങോട്ട് മണികണ്ഠൻ ഒരാൾ 750 രൂപ ആരെ കൊണ്ടിരിച്ച ഈ 7500 രൂപ ആരെ കൊണ്ടിരിച്ച ബാറ്ററി ഇട്ട് നോക്കാം. അവിടെ വോൾട്ടേജ് ചാർജിങ് വരുന്നുണ്ടോ എന്ന് പറയാം. അല്ലെങ്കിൽ BMS നമുക്ക് സിംഗിൾ അവിടെ ഇരിപ്പുണ്ട്, മാറണം, അതും കൂടെ മാറണം. അത് കാണിച്ചു കൊടുത്തല്ലേ തന്നെ ഇപ്പോൾ? ആ അതോടെ കാണിച്ചു. ഒരു ഹോസ് കേബിൾ കൊടുത്തില്ല, ഊരി വിട്ട്. ഒന്നല്ല, ഇവൻ നല്ല ആഹാരം കഴിക്കാതെ പതുക്കി ഇടിച്ചിട്ടാണ്. അറിയോ സ്പീക്കർ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ആടാ എന്നാൽ ഒറ്റ മിനിറ്റ് ഓടി വാ, അത് ഞാൻ കൊടുത്തോളാം ഇന്ന്. ആ ഈ ബാറ്ററിയെ ഒന്ന് ചെയ്തുകൊണ്ട് പോരാ. അവിടെ അഞ്ചൂടായി കിടക്കുവാണോ? ഡിസ്പ്ലേ ഉണ്ട് ഇതിന്. ആ മനസ്സിലായെന്നേ. എടാ മൈക്കിൻ്റെ മറ്റേ മീഡിയ ബോക്സ് എടുത്ത് വെച്ച ആ ഡിസ്പ്ലേ ഉള്ള സെറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും S20 എല്ലാം ഡിസ്പ്ലേ പോകും, അതുകൊണ്ടാണ് പറഞ്ഞു. ഇടയ്ക്കിടെ ഉപയോഗിച്ചോണം, അല്ല ഡിസ്പ്ലേ പോകും. ഡിസ്പ്ലേ പോയ സെറ്റാണ് വരുന്നത്. ഇപ്പം ആ കൊണ്ടുപോയത് ഡിസ്പ്ലേ പോയതാണ്. എടാ മൈക്കിൻ്റെ ബോർഡ് എടുത്ത് നോക്കടാ. S40R അല്ലേ എൻസി? അതെ 20. അതേലൊരു മൈക്ക് കുത്താം, എക്കോയുള്ള മൈക്ക് കൊടുക്കാം. ആ ഈ അതേലെ ബ്ലൂടൂത്ത് യൂസ് ചെയ്യാം, അല്ലെ അതേലെ ബ്ലൂടൂത്ത് തന്നെ. അത് കരാക്ക ബോർഡാണ്. അതായത് ലൈനിങ്ങിൽ ഇപ്പോൾ ബ്ലൂടൂത്ത് അല്ലേ ഇട്ടിരിക്കുന്നത്. ബ്ലൂടൂത്ത് ഒന്നെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ പെൻഡ്രൈവ് കുത്തി പെൻഡ്രൈവിലെ പാട്ടിടുക, അല്ലെങ്കിൽ ലൈനിന് കുത്തി ലൈനിലെ പാട്ടിടുക. പഴയതിന് ശേഷം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇവിടെ വോളിയം കൺട്രോൾ ചെയ്യുക. വോളിയം കൺട്രോൾ ചെയ്ത് അത് നമ്മൾ ആംപ്ലിഫയർ മൈക്ക് സെറ്റിൻ്റെ ആംപ്ലിഫയർ ആയിട്ട് സോണിയെ കൂട്ടിയാൽ മതി. ആ അപ്പം നിങ്ങൾ ഇടുന്ന സാധനത്തിൻ്റെ ഓളിയം കൺട്രോൾ ചെയ്യുന്നത്. മൈക്കിന് ഓളിയില്ല, മൈക്ക് ഫുൾ ഓളിച്ച് വരും. മനസ്സിലായില്ല? ഉണ്ട് ഇവിടെയാണ് ഫുൾ ഓളിച്ച് വന്നോളൂ. ആ ഏത് ഉപയോഗിക്കാം. ആ ഒന്ന് അല്ല രണ്ടെണ്ണത്തിൻ്റെയും കിട്ടും. എൻ്റെ ഇതിൻ്റെ കൂടെ ഇല്ല, പൈസ തന്നാൽ കൂടെ ആകും. അത് 1900 രൂപ. ഇതിൻ്റെ 2 എണ്ണം ഉള്ള മൈക്കുണ്ട്, നല്ല അടിപൊളി. 2,900 ഉള്ളൂ. ഇതൊരെണ്ണം കുത്തിയാൽ 2 മൈക്ക് കിട്ടും. ആ മൈക്കുണ്ടോ കയ്യിൽ? ആ മൈക്ക് വേണേൽ തരാം. അതിന് 2500 രൂപയുള്ളൂ. മൈക്കിന് വേണമെങ്കിൽ 2,900. അല്ല ഇത് മൈക്കിൻ്റെ ഭാഗമാണ് സാധനം കുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ മൈക്ക് കുത്തുവാണെങ്കിൽ ഇത് നേരിട്ടാണ് കുത്തിയാൽ മതി. വയർ മൈക്കാണ് നേരിട്ട്. ഇത് കേരള സാധനം ഉണ്ടായി ഇങ്ങനെ 2 സാധനം വന്നത്. എന്താണേലും മ്യൂസിക് നിങ്ങൾക്ക് വേണേൽ താത്ത് വെച്ചിട്ട് പാടാം, പക്ഷെ അല്ലെങ്കിൽ മൈക്ക് ഓണാകത്തില്ല. ഓക്കെ ആ അത് തന്നേക്കാം.
വയറും അത് വേറെ മേടിക്കണം. തരാം, അതിന് വലിയ വിലയുള്ളതൊന്നുമല്ല. അപ്പോൾ മൈക്ക് പറഞ്ഞ കയ്യിലുണ്ടോ ഇല്ലയോ? തുറവ് കൊടുക്കാം. അതിന് ജാക്കി വേണ്ട. അല്ല, ആ മൈക്കിൻ്റെ അറ്റത്ത് ജാക്കിയുണ്ട്, ഉണ്ടല്ലോ. അത് നേരെ കുത്തിയാൽ മതി. കുറേ കുത്തിയാ. ഓഹോ ആ, ഓക്കെ. അപ്പോൾ കാഞ്ഞിരപ്പള്ളി അരമനയിൽ വന്ന് നേരെ കട്ടപ്പനയ്ക്ക് പോകുന്നു. ഓക്കെ. പേരെങ്ങനെ സാറിൻ്റെ പേരെങ്ങനെ? ബിജു മോനിച്ചൻ പൊന്നച്ചൻ. അത് എൻ്റെ പേര് കുഞ്ഞുമാനാണ്. കുഞ്ഞുമോന്. ഓക്കെ. ഞങ്ങളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ആ, കസിൻസാ. ഓക്കെ. ഇവരോട് ഞങ്ങളവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ. ഞങ്ങളുടെ കമ്പനി രൂപതയുടെ. ഓക്കെ. അപ്പോൾ വിട്ടോളൂ. സന്തോഷം. ഓക്കെ. അത് കേടായാലും പോരെ, ധൈര്യമായിട്ട് പോരെ. ആ, പുള്ളി ഇന്നലെ ഒന്നും ഇട്ടല്ല. പുള്ളി ഒരു ദിവസം ഇങ്ങനെ ഞാനിരുന്നപ്പോൾ പുള്ളി എന്നെ കാണാനായിട്ട് ഇതിലെ പോയപ്പോൾ കയറുക, വീഡിയോ കണ്ടിട്ട്. ഞാൻ ആ പുള്ളിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, സിനിമയിലെ കണ്ടേ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഒരു സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പുള്ളി ഒന്ന് കാണണമല്ലോടി. തിലകനേക്കാളും പിടിക്കണമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി വളരെ ശാന്തശീലനും വളരെ ജെൻറ്റിൽമാൻ, ഒത്തിരി സിനിമ ഉണ്ട് പുള്ളിക്ക്. അയ്യപ്പനും കോശിയിലും ആണെന്ന് തോന്നുന്നു അദ്ദേഹം. കോട്ടയം രമേശൻ എന്നാണ് സാറിൻ്റെ പേര്. വളരെ ഈ പുകയാണ് നമ്മുടെ ശത്രു. ലെഡിൻ്റെ പുകയല്ല, ഭയങ്കര വിഷം. ഇത് എത്ര വർഷം അപ്പോൾ ചോദിച്ചാ? നിലത്തേക്ക് വേണേ വെക്കാം. വേണ്ട. അവനോട് വരാൻ പറ. കഴിഞ്ഞില്ലേ? അവൻ ആമ്പുമായിട്ട് പോയതല്ലേ? 5 മിനിറ്റ് എന്നോട് പറഞ്ഞു. ആ, 2 ഇത് സോൾഡർ ചെയ്യാനുണ്ട്. സ്റ്റിക്ക് തരാം, അതാണ് ഇട്ടോട്ടെ.